വിദേശ നാടുകളിലൊക്കെ പ്രശ്നം ഉണ്ടാവുക, സ്ഥാപനം പൂട്ടുക. അത് പൂട്ടി എന്നുള്ള നമ്മൾ പറയുമ്പോഴോ അപ്പൊ പറയാ അത് പൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോന്ന്, തുറന്നു. അത് ലീവ് ഒരാഴ്ച വരണ്ട്, 5-ാം തീയതി വരണ്ട്. പച്ചാന്നോണ പറയിപ്പിക്കണ്ടെന്നെ കൊണ്ട്. ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥികളുടെ പേരൻസിന് ഒഫീഷ്യലായിട്ട് നിങ്ങൾ വിട്ടുകൊടുത്ത മെസ്സേജ് എന്നാ സ്ഥാപനത്തിന് ലീവ് ഡിസംബർ 21 മുതൽ ഡിസംബർ 28 കൂടിയ ദിവസങ്ങളിൽ. എന്നിട്ട് ഓരോരുത്തർ ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ് 5-ാം തീയതി വരണ്ട്, തൊയ്യൂരിനെ അറിയാണ്ടാണ്. പൊന്നാര കുഞ്ഞാപ്പുകളെ, നടക്കൂല പണി കേട്ടോ. പൂട്ടിക്കിടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ വെയിറ്റ് ചെയ്യേ. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പലതും ഞമ്മക്ക് പറയണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ, കേവലം അത് മാത്രല്ല നമ്മൾ പറഞ്ഞത്. സ്വർണ്ണക്കടത്തുണ്ട്, പിന്നെ അതിന്റെ പുറമൊന്ന് പുതിയ പിടിച്ചോളയും കുഴൽപ്പണമിടപാട്, ഹവാല. അപ്പൊ അതൊക്കെ ഇൻഷാ അല്ലാ ചർച്ചകൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്ത് നീങ്ങാം. ഞാൻ പറഞ്ഞു വന്നത് അടിസ്ഥാനപരമായ ദീനിന്റെ അഹ്ലുസുന്നയുടെ ആശയത്തിനെതിരെ എല്ലാ നിലക്കും തോന്നിവാസം വിളിച്ചു പോകുമ്പോ അതിനെതിരെ അരുതെന്ന് പറയാനുള്ള ത്രാണിത്വവും തന്റെ ഇടവും നഷ്ടപ്പെടാനുള്ള കാരണം അള്ളാഹുവിന്റെ ആളുകളിൽ നിന്നുള്ള അംഗീകാരവും നോട്ടവും പിന്തുണയും നഷ്ടപ്പെട്ടു എന്നതാണ്.